നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനമ്മേ, ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതാണോ എന്റെ വന്ദനമ്മയുടെ സങ്കടത്തിന് കാരണം? എങ്കിൽ ദിയമ്മോള് രാഗ്യാന്റിയുടെ വീട്ടിലോട്ട് പൊക്കോളാം. വന്ദനമ്മേ, എന്തൊക്കെ മോളെ നീ പറയുന്നേ? രാഗ്യാന്റിയോടൊപ്പം പോവാൻ മോൾക്ക് ഇഷ്ടാണോ? അല്ല, ഒട്ടും ഇഷ്ടല്ല. പിന്നെന്താ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞേ? അങ്ങനെങ്കിലും വന്ദനമ്മയുടെ സങ്കടം മാറാലോ എന്ന് കരുതിയ. ഞാൻ എത്ര ജോലി വേണമെങ്കിലും ചെയ്തോളാം, എത്ര അടി വേണമെങ്കിലും കൊണ്ടോളാം. എന്റെ വന്ദനമ്മയുടെ ചിരി കണ്ടാ മതി എനിക്ക്. കഴിയുന്നത് വന്ദനമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് മോൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ അച്ഛനും അച്ഛമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ മോളെ ജീവനല്ലേ? സുചിത്രാന്റിക്കും ഹരിതാന്റിക്കും ഗോകുലിനും നിങ്ങളിലും ഒക്കെ മോളോട് നല്ല സ്നേഹമല്ലേ? അതെ, അവർക്കൊക്കെ ദിയമോളെ ഇഷ്ടമാ. പിന്നെ പ്രകാശങ്ങളും മനോജങ്ങളും ഒക്കെ മോളെ കാണുമ്പോ മുഖം വെറുപ്പിക്കുന്നതൊക്കെ നേരാ. പക്ഷെ മോളുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? വന്ദനാമയ്ക്ക് അത് സഹിക്കില്ലെന്ന് അവർക്കറിയാം. ഇവിടെ ആർക്കും മോളെ ഇഷ്ടമില്ലെന്ന് തെറ്റിദ്ധരിച്ച് മോളെ ഇങ്ങോട്ട് ഒളിച്ചോടിയൊന്നും പോയി കളയരുത്. ഇല്ല വന്ദനാമ്മേ, ദിയമോൾ എന്നെ ഒളിച്ചോടി പോവില്ല. എന്നെ പിടിച്ചോണ്ട് പോവാ പിച്ചക്കാര് ഇപ്പോഴും അവിടെ തന്നെ കാണും. അവരെന്നെ തട്ടിക്കൊണ്ടുപോകുന്നത് ജഗനങ്കിള് കണ്ടാലും എന്നെ രക്ഷിക്കാനും പോകുന്നില്ല. അതെന്താ? ജഗനങ്കിളിനെ വന്ദനമ്മ വരക്ക് പറഞ്ഞില്ലേ? പാവോ ജഗനങ്കിള്. അങ്കിളിനെ പിണക്കിയത് ഒട്ടും ശരിയായില്ല വന്ദനമ്മേ. മോളെ പിണക്കിയതൊന്നുമല്ല, അതൊന്നും പറഞ്ഞ മോൾക്ക് മനസ്സിലാവുകയില്ല. കുറച്ചുകൂടി വളരുമ്പോ അമ്മ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം, കേട്ടോ? എന്റെ മോളെ എവിടെയും പോണ്ട. മോള് പോയാ വന്ദനമ്മ ഒറ്റയ്ക്കായി പോവും. ദിയമോൾ ഒരു കാര്യം ചോദിച്ചാ വന്ദനമ്മ സത്യം പറയോ? എന്താ മോളെ? വന്ദനമ്മയ്ക്ക് ജഗനങ്കിളിനെ ഇഷ്ടമല്ലേ? അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. മോള് വെളുപ്പിനെ എഴുന്നേറ്റതല്ലേ, കുറെ യാത്ര ചെയ്തതല്ലേ. മോള് കുറച്ചു നേരം കിടക്ക്. ക്ഷീണം മാറുന്നത് വരെ മോൾ ഉറങ്ങിക്കോ. കിടക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.